Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. സോ അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ ചിലപ്പോൾ നമ്മൾ വൈറലായിട്ട് കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ മൂവി ട്രെയിലേഴ്സ്, മൂവി ലിങ്ക്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ലിങ്ക്, അങ്ങനെ പലതും ചിലപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ ഷെയർ ചെയ്യും. അതായത് ഫേസ്ബുക്കിലോ വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാമിൽ ഇമേജസിന് താഴെ ലിങ്ക്സ് ഇടും, അങ്ങനെ പലതും നമ്മൾ ചെയ്യില്ല. സോ നമ്മൾ ഷെയർ ചെയ്യുന്ന, അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ ഇടുന്ന എല്ലാ ലിങ്ക്സും നമുക്ക് കാശാക്കി മാറ്റുന്ന ഒരു ഓൺലൈൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ആ ലിങ്ക്സ് ഒക്കെ ആൾക്കാർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാശാക്കി മാറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ ഈ വീഡിയോയിൽ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ നമുക്കിതെങ്ങനെ കാശാക്കി മാറ്റാം, അതേപോലെ പ്ലസ് ഈ കാശ് നമുക്ക് വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ട് നല്ലൊരു റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ട്രിക്കും ഞാനിതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. ഇതിന് മുന്നേ ഞാൻ മണി മേക്കിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ആ വീഡിയോസ് എല്ലാം ചേർത്തിട്ട് ഒരു പ്ലേലിസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കും. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സാപ്പ് ലിങ്ക് ഷെയറിങ്, അതേപോലെ നമ്മുടെ എന്താ പറയുക ടെലിഗ്രാം ഗ്രൂപ്പ്സ്, അതായത് മൂവീസൊക്കെ ഉള്ള ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ കുറേ പ്രൊഡക്ട്സ്, കണ്ടൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണത്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇമേജസിന് താഴെ ലിങ്ക്സ്, ഫേസ്ബുക്ക് ലിങ്ക്സ്, വെബ്സൈറ്റ് ലിങ്ക്സ്, അതേപോലെ നമ്മൾ ഫോറംസിൽ അല്ലെങ്കിൽ കോറയിൽ കാണുന്ന പലതരത്തിലുള്ള ലിങ്ക്സ് നമുക്ക് കാണാം. സോ ഈ ലിങ്ക്സ് എല്ലാം നമുക്ക് എങ്ങനെ കാശാക്കി മാറ്റാം. സോ അതിന് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്ന് വെച്ചാൽ ഈ ഇൻ്റർനെറ്റിൽ URL ഷോർട്ടനർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് ചില വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും, കുറേ ലിങ്ക് ഉണ്ടായിരിക്കും. സോ അവർ എന്ത് വെച്ചാൽ അത് ജസ്റ്റ് നമ്മൾ URL ഷോർട്ടൻ ചെയ്തിട്ട് അതിനൊരു 301 റീഡയറക്റ്റ് சொல்லிയിട്ട് ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അതിന് മാറ്റുന്നത്. സോ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആ ലിങ്ക് ആരൊക്കെ എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നു, എവിടെ നിന്നൊക്കെ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ അത് നമുക്കൊരു കാശാക്കി മാറ്റാനുള്ള ഒരു മെത്തേഡുണ്ട്. ഓക്കെ, സോ അതിന് ഫസ്റ്റ് ഞാൻ പറയണമെന്ന് വെച്ചാൽ URL ഷോർട്ടനറിൽ നിന്ന് മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അതിന് പോപ്പുലറായിട്ട് 4-5 വെബ്സൈറ്റ്സിന്, കുറേ വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിലും അതിൽ കുറച്ച് നന്നായിട്ട് പേ ഔട്ട് ചെയ്യുന്ന ഒരു 4-5 വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ കാണിക്കാം. സോ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷേ അതിൽ ഞാനൊരു പേ ഔട്ടിന് കുറച്ച് ഡിഫറൻസസ് ഉണ്ടാവുന്നുണ്ട്. നമ്മളത് കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇൻകം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളിതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളിലുള്ള കുറച്ച് വെബ്സൈറ്റ്സ് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. ഫസ്റ്റ് വെബ്സൈറ്റിൻ്റെ പേര് AdFly പറഞ്ഞിട്ട് വെബ്സൈറ്റാണ്. സെക്കൻഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ouo.io എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഈ എന്താ പറയുക ഷോർട്ടസ്റ്റ്, അതായത് ഷോർട്ട്.st എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, പിന്നെ shrinkme.io എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ്. സോ ഈ 4 വെബ്സൈറ്റിന് നോക്കുകയാണെങ്കിൽ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വെബ്സൈറ്റിൻ്റെ പേ ഔട്ടിക്ക് പോവാം. അതായത് ഇപ്പോൾ ആസ് യൂഷ്വൽ ഈ കൺട്രീസ് എല്ലാം നമുക്ക് തരുന്നത് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പേ തരിക നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ട്രാഫിക് കിട്ടുകയാണെങ്കിലാണ്. അതിപ്പോൾ 4 വെബ്സൈറ്റ്സിൻ്റെയും കാര്യം ഒന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മൾക്ക് ബാക്കി നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റോ അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്ക് കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് അതും കാണിക്കാം. അതേപോലെ നമുക്ക് ഇങ്ങനെ US ആൾക്കാരുടെ ലിങ്ക്സ് നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ കൂടുതൽ കാശ് ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അതിന് കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിലൊരു പേ റേറ്റ്, അതായത് ഇവർ പറയുന്ന പേ റേറ്റ് ഒക്കെ പറയുന്നത് എന്താ പറയുക, ഒരു 1000 വ്യൂസിനാണ്. അത് ഇത്ര ആൾക്കാർ വ്യൂ ചെയ്താൽ അതായത് ഇപ്പോൾ അമേരിക്കയ്ക്ക് 1000 വ്യൂസിന് വന്നാൽ $19.86 അവർ പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മുടെ ലിങ്ക് 1000 പേര് ക്ലിക്ക് ചെയ്താൽ മതി. അത് അവർ എത്ര നേരം കാണുന്നോ ഒന്നും നമുക്ക് നിർബന്ധമില്ല. അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു കൗണ്ടായിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെയാണ് അവർ കാശ് തരുന്നത്. അത് ഫസ്റ്റ് AdFly ആവേണ്ട ഒരു വെബ്സൈറ്റ്, അതാണ് കുറച്ചുകൂടി പേ റേറ്റ്സിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്ന വെബ്സൈറ്റ്. പിന്നെ വേറൊരു വെബ്സൈറ്റാണ്, അതിലിപ്പോൾ നമ്മുടെ കൺട്രി ഇന്ത്യ, അങ്ങനെ പല കൺട്രീസിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ കൺട്രീസിനും എത്ര റേറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അടുത്തൊരു വെബ്സൈറ്റ്, ഇപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പേ റേറ്റിൽ പോവുകയാണെങ്കിൽ ഇവർ എന്താ പറയുക പെർ 1000 വ്യൂസിന് തരുന്നത് ഓസ്ട്രേലിയക്ക് $5, യുണൈറ്റഡ് കിങ്ഡം
4.3 അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് 4.1. അതായത് നമ്മുടെ 1000 പേര് ക്ലിക്ക് ചെയ്താൽ നമുക്ക് $4.1 കിട്ടും. പിന്നെ ഈ വെബ്സൈറ്റിൻ്റെ പേ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ പേ റേറ്റ് കൊടുക്കുന്നത് എന്താ പറയുക, ആസ് യൂഷ്വൽ അമേരിക്ക, അങ്ങനെ ഓരോ കൺട്രീസിനും ഓരോരോ റേറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകില്ല. നിങ്ങൾക്ക് ആ ലിങ്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോന്നിനും എത്രത്തോളം കാശ് തരുന്നു. സോ ഇതിൽ നമുക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക ഇമേജസോ അല്ലെങ്കിൽ മൂവി ലിങ്ക്സ് അല്ലെങ്കിൽ പാട്ടിൻ്റെ ലിങ്ക്സ്, അങ്ങനെ എന്ത് ലിങ്ക്സ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഇത് വന്നിട്ട് നിങ്ങൾ ഈ URL ഷോർട്ടനറിൽ നിങ്ങളുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ കിട്ടുന്ന ഒരു ലിങ്ക് നിങ്ങൾ അവിടെ എടുത്ത് കോപ്പി എന്താ പറയുക ഷെയർ ചെയ്യുക. സോ ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ ഓരോ ഷെയറും നമുക്കത് കാശാക്കി മാറ്റാൻ പറ്റുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ലിങ്ക് 1000 പേര്, നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇടുന്ന നിങ്ങളൊരു കമൻസിൽ ഇടുന്ന ലിങ്ക് ആയാലും അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്ന ഒരു കമൻസ്, കുറേ ആൾക്കാർ വരാൻ ചാൻസ് ഉള്ള ഫേസ്ബുക്കിലൊരു പോസ്റ്റോ അല്ലെങ്കിൽ കമൻസിലൊക്കെ നമ്മൾ ഏതെങ്കിലും ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ അതിൽ എന്തായാലും ഉറപ്പായിട്ടും ഒരു 10 പേര് അല്ലെങ്കിൽ 100 പേരെങ്കിലും അത് എന്തായാലും ക്ലിക്ക് ചെയ്യും. സോ അത് നമുക്കിത് കാശാക്കി ഇവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, സോ അതിൽ ഏറ്റവും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതായത് ഞാൻ എങ്ങനെ നമുക്ക് ഞാൻ ഇപ്പോൾ US ട്രാഫിക് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള മെത്തേഡാണ് പറയാം കേട്ടോ. അതായത് US കുറേ പേര് ചിലപ്പോൾ എനിക്ക് ന്യൂജേഴ്സിയിലെ ഒരു 1000 ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് ന്യൂജേഴ്സിയിൽ അല്ലെങ്കിൽ ലോസ് ഏഞ്ചൽസിലുള്ള ഇലക്ട്രിക് മോട്ടോർ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ലിസ്റ്റ് വേണം. അങ്ങനെയൊക്കെ ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ഇൻ്റർനെറ്റിൽ ഉണ്ടോ, അത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചിലപ്പോൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവർക്ക് ഇങ്ങനത്തെ ആവശ്യമുള്ള ബൾക്കായിട്ടുള്ള ഡാറ്റാസ് നമ്മൾ ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യുക. എന്നിട്ട് കളക്ട് ചെയ്തിട്ട് അത് നിങ്ങളൊരു എക്സൽ ഷീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് നമ്മൾ ഗൂഗിളിൻ്റെ സ്പ്രെഡ് ഷീറ്റ് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ഞാനിതൊരു ലാസ്റ്റ് ടൈം ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് ഞാനൊരു ടൂൾ ഉപയോഗിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് ആ മെത്തേഡ് മനസ്സിലാക്കാം, അത് എങ്ങനെ ബൾക്കായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാമെന്ന്. സോ വൺസ് നിങ്ങൾ ആ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഇലക്ട്രിക് മോട്ടോഴ്സിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഷെയറിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ സെറ്റിങ്സ് മാറ്റിയിട്ട് എനിവൺ ക്യാൻ, അതായത് ലിങ്ക് ഷെയറിങ് ഓൺ, ഇവിടെ ക്യാൻ വ്യൂവിൽ എനിവൺ ക്യാൻ വ്യൂ ഓർ മോർ ഓപ്ഷൻസിൽ ഓൺ പബ്ലിക്, അതായത് ആർക്ക് വേണമെങ്കിലും ഈ ലിങ്ക് ഷെയർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ നമ്മളിതിൽ പേഴ്സണലായിട്ട് ഒരു ഡാറ്റാസ് നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യരുത്. നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കണം. അതുകൊണ്ട് ഈ ഷീറ്റ് മാത്രം ആർക്കും എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒരു എറർ വന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊരു ലിങ്ക് കിട്ടും, അതായത് ഇവിടെ ഒരു ലിങ്ക് വന്നു. ആ ലിങ്ക് എടുത്തിട്ട് ഞാനിപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ പോകുന്നു. എന്നിട്ട് ഞാൻ ഈ ലിങ്ക് ഇതിൻ്റെ URL പേസ്റ്റ് ചെയ്തു. അതിനൊരു ഇത് കിട്ടി, ഒരു ഷോർട്ട് ലിങ്ക് കിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിളിൽ കാണിക്കാം കേട്ടോ. ഇത് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ കോറയിൽ നമുക്ക് അനോണിമസ് ആയിട്ട്, അതായത് നമ്മുടെ പേരില്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് കേട്ടോ. ലിസ്റ്റ് ഓഫ് ഇലക്ട്രിക് മോട്ടോർ റിപ്പയറിംഗ് ഷോപ്സ് ഇൻ NJ, അത് ന്യൂജേഴ്സി. ഓക്കെ, കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് എന്താ പറയുക, ഓക്കെ, അത് ആക്ച്വലി നമ്മളൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കണം. അതായത് വാട്ട് ഈസ് ദ ലിസ്റ്റ് ഓഫ്, അങ്ങ് ജസ്റ്റ് ചോദിക്കുന്നു. എന്നിട്ട് നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ നിങ്ങൾ തന്നെ കൊടുക്കുന്നു. അത് നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാനിങ്ങനെ കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടി. എന്നിട്ട് വന്നിട്ട് നിങ്ങൾ ആ ലിസ്റ്റിൻ്റെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി നിങ്ങൾ ആ ലിസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അത് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത് വെച്ചാൽ, നിങ്ങൾ അനോണിമസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് ആൻസർ കൊടുത്തു. അപ്പോൾ ഒരിക്കലും ആ ക്വസ്റ്റ്യന്, ഇപ്പോൾ ഈ ക്വസ്റ്റ്യന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ നോ ആൻസർ എന്നല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് അവിടെ കൊടുത്തു കേട്ടോ, എൻ്റെ ഇത് ലിങ്ക് ഇവിടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്തു.
അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യന് ഞാൻ തന്നെ ഒരു ആൻസർ കൊടുത്തു. പക്ഷെ അത് ആർക്കും അറിയാൻ പറ്റില്ല. ഞാനാണ് ചോദിച്ചത്, ഞാനാണ് ആൻസർ ചെയ്തതെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാനൊരു അനോണിമസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാനവിടെ ആൻസർ ചെയ്തു. അതുകൊണ്ട് അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ ആരെങ്കിലും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറേ ഈസി ആയിട്ട് അപ്പിയർ ചെയ്യും. അങ്ങനെ അപ്പിയർ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ലിങ്ക്സിനുള്ള കൂടുതലായിട്ട് ആൾക്കാർ ആ ലിങ്ക്സ് ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലായാലും നമ്മുടെ നാട്ടിലെ ലിങ്ക്സൊക്കെ വ്യൂവേഴ്സിന് ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1000 വ്യൂസിന് $2 കിട്ടുള്ളൂ. സോ അത് നല്ലൊരു എമൗണ്ട് ആണ്. കാരണം നിങ്ങൾക്ക് അത്രയ്ക്കധികം ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്ക് പേജ് നിങ്ങളുടെ കയ്യിൽ ഒരു ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നല്ല ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന വല്ല മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എമൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ലിങ്ക് $2 കിട്ടിലും അത് വലിയ കാശാണ്. സോ അതും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എമൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ മെത്തേഡ് ചെയ്യാം. അതായത് കുറച്ചും കൂടി അമേരിക്കൻ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അമേരിക്കൻ വ്യൂവേഴ്സിന് ആവശ്യമുള്ള ഡാറ്റാസ് നിങ്ങൾ ബൾക്കായിട്ട് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ അമേരിക്കൻ ആൾക്കാരെ സെർച്ച് ചെയ്യണം. അതിൽ ഇപ്പം ഇതിന് കണ്ടന്റ് നിങ്ങളുടെ കണ്ടന്റ് തന്നെ ആവണം, നിങ്ങൾ ഷെയർ ചെയ്യണമെന്നില്ല. വേറെ ആൾക്കാരുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വേറെ നിങ്ങൾ ഇൻ്റർനെറ്റിൽ കാണുന്ന ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സോ അല്ലെങ്കിൽ ഫയൽസോ ഇമേജസോ അങ്ങനെ എന്ത് കാണുന്നത് നിങ്ങൾക്ക് എന്ത് സാധനവും ലിങ്കായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം നിങ്ങൾ ഇങ്ങനത്തെ URL ഷോർട്ടൻസ് ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എവിടെയാണോ ഷെയർ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ഷെയർ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബൾക്കായിട്ട് കുറേ അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് ഇടരുത്. അങ്ങനെ ഇടുമ്പോൾ അത് നമുക്ക് ടൈം വേസ്റ്റ് ആണ്. കാരണം ആ ലിങ്ക് അവിടെ ഡ്രോപ്പ് ആവും, പക്ഷേ അതുകൊണ്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല. സോ നിങ്ങൾ കുറച്ച് റിസർച്ച് ചെയ്യുക. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ ചാൻസ് ഉള്ള വെബ്സൈറ്റോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻസിൽ, ഇപ്പോൾ ചില യൂട്യൂബിൽ ഭയങ്കരമായിട്ട് കമൻസ്, ചില ഫോറത്തിൽ കമൻസിൽ ഭയങ്കര ഡിസ്കഷനൊക്കെ പോകും. സോ അതുകൊണ്ട് അവിടെ കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ ലിങ്ക്സ് ഇടുക. ചില സ്ഥലത്ത് നമ്മുടെ ലിങ്ക് വെറുതെ ഇട്ടാൽ ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോകും. അതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ലിങ്കും കൂടി നമ്മൾ അവിടെ ആഡ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇപ്പം നിങ്ങൾ കൊടുത്തു വിടുന്ന ലിങ്ക് ഇന്നൊരാൾ 100 പേരോ 5 പേരോ വരണമായിരിക്കില്ല. പക്ഷേ അതൊരു 5-8 കൊല്ലം ആ വെബ്സൈറ്റ് എത്ര കാലം ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ആ യൂട്യൂബിൽ ആ വീഡിയോ എത്ര കാലം ഉണ്ടോ അത്രയും കാലം ആ ലിങ്ക് ആൾക്കാർ ക്ലിക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്, അത് ആൾക്കാർ കാണാനും ചാൻസ് ഉണ്ട്. സോ അവർ ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വെബ്സൈറ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പേജ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ലിങ്ക് ഒരാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു 4 സെക്കൻഡ് അതൊരു അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കും. ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണിക്കും. എന്നിട്ട് അത് ആ വെബ്സൈറ്റിലോട്ട് പോകും. സോ ആ 4 സെക്കൻഡ് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നതിനാണ് നിങ്ങൾക്ക് കാശ് തരുന്നത്. ഓക്കെ. സോ നമ്മൾ കൊടുക്കുന്ന ലിങ്ക് ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നു, അവർ 4 സെക്കൻഡ് ആഡ് കാണുന്നു. ജസ്റ്റ് അവർ സ്കിപ്പ് കൊടുക്കുക. അത് സ്കിപ്പ് ആഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ സ്കിപ്പ് ആഡ് ഓപ്ഷൻ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്ത് കണ്ടന്റാണ് അവർ ആഗ്രഹിച്ചത് ആ കണ്ടന്റിലോട്ട് തിരിച്ചു പോകും. സോ അതാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ബിസിനസ് മെത്തേഡ്. അതായത് നമ്മുടെ ലിങ്കിലുള്ള ഒരു 4 സെക്കൻഡ് ടൈം ആഡ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് മെയിനായിട്ട് അവരുടെ ഇൻകം മെത്തേഡ്. ഓക്കെ. സോ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യൂ. ഇത് നമുക്ക് പല മെത്തേഡ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ഈസി ആയിട്ടൊരു കോറ മെത്തേഡ് ചെയ്തതാണ്. പക്ഷേ ഇതിനേക്കാൾ നല്ല മെത്തേഡ്സ് നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാം, പല ഇൻ്റർനെറ്റിലെ പല ലൂപ്പ് ഹോൾസ് നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കും. സോ ഇനി മുതൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന എല്ലാ ലിങ്ക്സും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന എല്ലാ URL ലിങ്കും നമുക്ക് കാശാക്കി മാറ്റുന്ന മെത്തേഡാണ്. സോ അതുകൊണ്ട് മറക്കാതെ ഈ ടെക്നിക്ക് ഉപയോഗിക്കുക. ഇത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് മാറ്റാവുന്ന മെത്തേഡാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. സോ ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.